നമസ്കാരം. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് വിജയികൾ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അവരുടെ വിജയം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിജയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ. വലിയ പരസ്യങ്ങളൊന്നുമില്ല. അയാൾക്ക് റാലി നടത്താനോ പ്രകടനം നടത്താനോ പിന്നെ ബോർഡ് ബാനർ ഒക്കെ കണ്ടമാനം അതിനൊന്നുള്ള സമ്പത്തോ സാമ്പാദിക ഒന്നുമില്ല. അപ്പോൾ അയാൾ അവിടെ 12,000 വോട്ടിന് അയാൾ ജയിച്ചു. തൃക്കരിപ്പൂര് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് CPM-ൻ്റെ കോട്ട EK നായനാർ മുഖ്യമന്ത്രിയായ സമയത്ത് മത്സരിച്ച മണ്ഡലമാണ്. കാരണം അവിടെ പോയി പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് ജയിക്കാം. അപ്പോൾ ആ തൃക്കരിപ്പൂര് സന്ദീപ് വാര്യർ ചെന്നിട്ട് അട്ടിമറിച്ച് 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചതൊക്കെ നെട്ടിക്കണ. അതിലേറെ നെട്ടിക്കുന്നതാണ് 1,00,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ ജയിച്ച ധർമ്മടത്ത് ഒരു ചെറുപ്പക്കാരൻ പാവാണ്. എനിക്ക് അയാൾ പറയണത് കേട്ടപ്പോൾ സങ്കടം തോന്നി. കാരണം അയാൾ പറയാണ് ഒരുപാട് ആളുകളെ വിളിച്ചു നോക്കി, ഷാഫി പറമ്പിലിനെ വരെ വിളിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, ആരും ഇല്ലേന് വരാം, ഒരു രമേശ് ചെന്നിത്തല മാത്രം വന്ന്, ആരും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. ഞാൻ പലരെയും ആവശ്യപ്പെട്ടു. അയാൾക്ക് പരാതിയൊന്നുമില്ല. അയാൾ പറയാണ് വന്നിരുന്നു എങ്കിൽ ഷാഫി പറമ്പിലോ പ്രഗത്ഭരായ നേതാക്കളൊക്കെ ധർമ്മടത്ത് വന്നിരുന്നു എങ്കിൽ ഈ മണ്ഡലം ഞാൻ പിടിക്കുമായിരുന്നു. സംഭവം ശരിയാണ്. 7ാം റൗണ്ട് വരെ പിണറായി പിന്നിലാണ് അല്ലേ? നിങ്ങൾ നോക്കണം, 1,00,000 മുകളിൽ വോട്ടിനാണ് 2021 ധർമ്മടത്ത് പിണറായി വിജയൻ ജയിച്ചത്. ഇപ്പോൾ 19,000 ചുരുങ്ങി. അപ്പോൾ ആരാ? ഈ ചെറുപ്പക്കാരൻ്റെ അബ്ദുൾ റഷീദിൻ്റെ കഴിവാണിത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നടന്ന് പോയെങ്കിൽ അടിച്ചില്ല. അപ്പോൾ അതും അത്ഭുതപ്പെടുത്തുന്നത്, അതായത് ജയിച്ചതിന് തുല്യമാണ്. ശരിക്കും പിണറായി വിജയൻ ആ MLA സ്ഥാനം രാജിവെക്കണം. നിങ്ങളൊന്നിട്ട് ആലോചിച്ച് നോക്കിയാണ്. കാരണം ആരാണ് ഇത് പിണറായി? മറ്റുള്ളവരെ ജയിപ്പിക്കാൻ ഫ്ലക്സും ബോർഡും വെച്ച ആളാണ്. എന്നിട്ട് മൂപ്പരവിടെ കടന്ന് നെരുങ്ങുക ധർമ്മടത്ത് വീപ്പിട്ടാതെ. രാജിവെക്കണ്ടേ? രാജിവെച്ച് പോകണം. കാരണം ഇത് ജയമല്ല എന്ന് പറയണം. ശരിക്കും അബ്ദുൾ റഷീദാണ് അവിടെ ജയിച്ചത്, ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ജയങ്ങളുണ്ട്. ഫാത്തിമ തെഹ്ലിയ ചുണക്കുട്ടിയാണിത്, മുസ്ലിം ലീഗിൻ്റെ. സമ്മതിച്ചു പോയി. ആരെ തോൽപ്പിച്ചത്? LDF കൺവീനർ TP രാമകൃഷ്ണനെ പേരാമ്പ്രയിൽ. കോട്ടയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പേരാമ്പ്രയിൽ ജയിച്ചൊക്കെ വൻ ഭൂരിപക്ഷത്തിലാണ്. ആ കോട്ട തകർത്താണ് ആ ചുണക്കുട്ടി ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്രയിൽ ജയിച്ച്. അങ്ങനത്തെ ഒരു പാട്. അതുപോലെ തന്നെ മണ്ഡലം ഉണ്ടായ അന്ന് മുതൽ എലത്തൂര് നമ്മളെ VD സതീശനെ വനവാസത്തിന് അയക്കാൻ വനത്തിൽ സൗകര്യം ഒരുക്കിയ മന്ത്രി ശശീന്ദ്രൻ മത്സരിച്ച മണ്ഡലം. ആ മണ്ഡലം കാലാകാലങ്ങളിലായിട്ട് പോലെ കഴിഞ്ഞത് 40,000-ലധികമാണ് ഭൂരിപക്ഷം ശശീന്ദ്രന്. ആ ഭൂരിപക്ഷമൊക്കെ കറന്നുകൊണ്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ച് കയറിയത്. ഇതൊക്കെ നെട്ടിക്കണതാണ്, എല്ലാം നെട്ടിക്കണ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷം മലപ്പുറത്ത് 85,000 ചില്ലാന ഒക്കെ നെട്ടിക്കണ. എല്ലാവരും നെട്ടിക്കണം. 338 വോട്ടിനേറ്റോ പെരിന്തൽമണ്ണ ജയിച്ച നജീബ് കാന്തപുരം 32,000 പരം ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ ജയിച്ചത്. ഇതൊക്കെ നെട്ടിക്കുന്നതാണ്. ഒരു 100 MLA-മാരെ ഭൂരിപക്ഷം ഉണ്ടാവും ലീഗ് നേതാക്കളെ ഭൂരിപക്ഷം ഒന്നായിട്ട് കൂട്ടുകയാണെങ്കിൽ. ലീഗ് MLA-മാരെ ഭൂരിപക്ഷം ഒന്നായിട്ട് കൂട്ടുകയാണെങ്കിൽ ഒരു 100 MLA-മാരെ ഭൂരിപക്ഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നെട്ടിക്കുന്നതാണ്, എല്ലാം നെട്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ പിഷാരടി പാലക്കാട് നെട്ടിക്കുന്ന വാർത്തയാണ്, എല്ലാം നെട്ടിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാളേറെ ഞാൻ നെട്ടിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇയാളെ പയ്യന്നൂർ മത്സരിച്ച V കുഞ്ഞികൃഷ്ണൻ. അത് അത്ഭുതമുള്ളതാണ്. കാരണം കോട്ടയാണ് പയ്യന്നൂർ സഖാക്കളെ. 1,00,000 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ച് കയറിയത്. അപ്പോൾ ഒരു പ്രതീക്ഷ ആർക്കുമില്ല. ഈ കുഞ്ഞികൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ജയിക്കാൻ വേണ്ടി നല്ലോണം നിന്നത്. മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണല്ലോ. എന്ന് മാത്രമല്ല, ജയിക്കാൻ മത്സരിച്ചതുമല്ല, ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മത്സരിച്ചതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ നിലയിൽ ആവേശമെല്ലാം ജനങ്ങൾക്കിടയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ തുടങ്ങി ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ വിജയിക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. കാരണം വലിയ നിലയിലുള്ള വോട്ട് വർധനവ് ഈ 7 പഞ്ചായത്തിലും വലിയ നിലയിലുള്ള വോട്ട് വർധനവ് ഉണ്ടായി. പയ്യന്നൂർ നഗരസഭയിൽ മാത്രം 10,000-ലധികം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അത് ആ പുസ്തകം എഴുതുമ്പോഴും അതിനങ്ങനെ ഒരു തലക്കെട്ട് നൽകുമ്പോഴും ജനങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ബോധ്യമുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ. ആ നിലയിൽ തന്നെയാണ് പാർട്ടിയെ തിരുത്തിക്കാൻ ജനങ്ങൾ സന്നദ്ധമാകും എന്ന പ്രതീക്ഷയുണ്ടായത്. ജനങ്ങൾ സന്നദ്ധമാകണം.
കാര്യപ്പെട്ട പ്രവർത്തനങ്ങളൊന്നുമില്ല. അയാളെ പ്രവർത്തിക്കാൻ CPM അനുവദിച്ചിട്ടുമില്ല. അയാളെ പാർട്ടി ഓഫീസൊക്കെ പൊളിച്ചു മാറ്റി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുണ്ടല്ലോ അയാളെ, അതൊക്കെ CPM വന്നുകൊണ്ട് പൊളിച്ചു മാറ്റി. ആ സ്ഥലത്തിൻ്റെ ഉടമനെ ഭീഷണിപ്പെടുത്തി, അത് പൊളിപ്പിച്ച്. അതുപോലെ മതിലുകൾ പൊളിച്ച്, ഇയാളെ പിന്തുണച്ച പോലെ മതിലുകൾ പൊളിച്ച്, ബൈക്കുകൾ കത്തിച്ച്, കാറുകൾ കത്തിച്ച്, ഇയാൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തി. അങ്ങനെ എല്ലാ നിലക്കും സഹാക്കൾ നോക്കി, എല്ലാ നിലക്കും. പിന്നെ കാര്യമായിട്ട് പ്രവർത്തിക്കാനോ ചെലവഴിക്കാനോ ഇയാളെ കയ്യിൽ കോടികളൊന്നുമില്ല. അതിൻ്റെ ബാക്ക് കൂടാൻ കുറേ നേതാക്കന്മാരുമില്ല. ഇയാൾ ഒറ്റയ്ക്ക് ചെന്നുകാണ്ട് വോട്ട് വയ്ക്കണമൊക്കെ ഉണ്ടെന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും യൂട്യൂബിൽ. ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നുകാണ്ട് വീടിലൊക്കെ കയറിയാണ് വോട്ട് വെക്കുക. ആരുമില്ല ഒപ്പം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ നല്ലോണം വാർത്ത കാണുന്ന ആളാണ്. വാർത്ത കണ്ടാലല്ലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. നല്ലോണം വാർത്ത കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ഒരു പാവം മനുഷ്യൻ. കാരണം ആ പുസ്തകമൊക്കെ ഇറക്കിയിട്ട് ആ സത്യങ്ങളൊക്കെ പറഞ്ഞ് ആ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെതിരെ പുസ്തകം ഇറക്കി ഒക്കെ ചെയ്ത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ജയിക്കാനല്ല നിൽക്കുന്നത്, കുറേയൊക്കെ പാർട്ടിക്ക് ബോധ്യപ്പെടുത്താൻ, അണികളും തിരുത്തട്ട പാർട്ടിനെ. അപ്പോൾ ജയിക്കില്ല 100% എനിക്ക് ഉറപ്പേനി. പിന്നെ സർവേയിലൊന്നും അയാൾ ജയമില്ലാന്ന്. അയാൾ 7000 ചില്ലാനം വോട്ടിന് അവിടെ ജയിച്ചു. അത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇതിൽ CPM തിരുത്തിയിട്ടില്ലെങ്കിൽ ഇനി തിരുത്തുമില്ല. ഇനി ഒരു തിരുത്തും വേണ്ട. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, നമ്മളെ പൊട്ടൻ ഗോവിന്ദനല്ല കേട്ടോ, TK ഗോവിന്ദൻ പാർട്ടിനോട് ഇടഞ്ഞുകാണ്ട് ഈ പൊട്ടൻ ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തേന്. പൊട്ടൻ ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് പിണറായി സീറ്റ് കൊടുക്കണമെന്തിനാ? പൊട്ടൻ ഗോവിന്ദൻ അവിടെ കുത്തുന്നോളും. മുഖ്യമന്ത്രി പിണറായി അറിഞ്ഞ അവിടെ കുത്തുന്നോളും. അത് അതേമാതിരി കുത്തുന്നു ചെയ്ത് മുഖ്യമന്ത്രി പിണറായി അറിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞു മൂപ്പര് പിണറായിയും ഭരിക്കും. അപ്പം ഇവിടെ സംഭവിച്ചെന്താ? ആ TK ഗോവിന്ദൻ മത്സരിച്ച് ആ മണ്ഡലത്തിൽ 10,000 പരം ഭൂരിപക്ഷത്തിലാണ് അയാളോട് ജയിച്ചത്. കോട്ടയാണ് തകരുന്നത്. അതുപോലെ ജയന്തി രാജൻ മുസ്ലിം ലീഗിൻ്റെ വാനന്തവാടിയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് പോയി കാണ്ട് കൂത്തുപറമ്പിൽ മത്സരിച്ച് ആകെ 1200 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതുപോലെ അഴീക്കോട് സ്വതന്ത്രം പിടിച്ചുകൊണ്ടാണ് ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്, ചെറിയ വോട്ടിന്. അപ്പം ഇതൊക്കെ ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഈ കുഞ്ഞികൃഷ്ണൻ്റെ ആ വിജയം ഞാൻ ഏറെ ആഘോഷിച്ച് സന്തോഷിച്ച് ഒരു വിജയമാണ് കുഞ്ഞികൃഷ്ണൻ്റെ. ഒരു പാവം മനുഷ്യനാണ്. അയാൾ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല. അയാൾ തന്നെ പറയുന്നത് ഞാൻ തോൽക്കുന്നു. അതായത് ഞാൻ ജയിക്കില്ലെന്ന് അയാൾ തന്നെ പറയുന്നത്. അയാൾ അതിന് വേണ്ടി ഇറങ്ങിയതല്ല, പാർട്ടിനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാം. പാർട്ടിൻ്റെ കുറച്ച് വോട്ട് പിടിച്ചാൽ പാർട്ടിക്ക് ബോധ്യപ്പെടുമല്ലോ, അതിനിറങ്ങിയതാണ് അയാൾ. പക്ഷേ അയാളാണ് ശരി എന്ന് പാർട്ടി സഖാക്കൾ ബോധ്യപ്പെടുത്തി. എത്ര വോട്ട് മറിയണം അവിടെ? UDF അവിടെ എത്തില്ലല്ലോ. UDF ഒന്നും വിചാരിച്ചാൽ ഒന്നും നേടാൻ കഴിയില്ല. അപ്പോൾ എത്ര വോട്ട് അവിടെ മറിയണം എന്നാണ് ആലോചിക്കുന്നത്. സഖാക്കളല്ലേ ഇപ്പം വോട്ട് ചെയ്താൽ മുഴുവൻ. അപ്പോൾ അയാളാണ് ശരി, ഈ കുഞ്ഞികൃഷ്ണനാണ് ശരി. പാർട്ടി മാണെങ്കിൽ തിരുത്തിക്കോളി, മാണെങ്കിൽ നിങ്ങൾ തിരുത്തും വേണ്ട. ഇനിയും നിങ്ങൾ പിണറായിൻ്റെ മൂട്ടിൽ പിണറായി തന്നെയാണ് പിന്നെ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കിൽ നടന്നാൽ ആ പാർട്ടി ബംഗാളിൽ ഇല്ലാതായ മാതിരി കേരളത്തിലില്ലാതെയാവും. കാരണം വ്യക്തിയല്ല പാർട്ടി, ഞാനല്ല പറഞ്ഞത്. വ്യക്തിയല്ല പാർട്ടി എന്നുള്ളത് പറഞ്ഞത് സഖാക്കളാണ്, പിണറായിയാണ്. എന്നിട്ട് മൂപ്പര് പാർട്ടിനെ അണ്ണാക്ക് തൊടാതെ മുണിങ്ങുകയും ചെയ്ത്. അങ്ങനെ കുറേ പൊട്ടന്മാരെ നിയോഗിച്ച് പാർട്ടിയെ നയിക്കാൻ. കാരണം ഇയാൾക്കെതിരെ അപശബ്ദം ഉണ്ടാകാൻ പാടില്ല പിണറായിക്കെതിരെ. അതിന് കുറേ പട്ടന്മാരെ നിയമിച്ച് പാർട്ടി തലപ്പത്ത്. ഇതാണ് പാർട്ടിക്കേറ്റ തിരിച്ചടി. ഇനിയെങ്കിലും പാർട്ടി ഈ പരാജയങ്ങളൊക്കെ പരിശോധിക്കണം, ഉൾക്കൊള്ളണം. പരാജയം ജയക സാധാരണ. ഇതിനേക്കാളും വലിയ വിജയം LDF നേടിയിട്ടുണ്ട്, പരാജയം നേടിയിട്ടുണ്ട്. UDF വിജയം നേടിയിട്ടുണ്ട്, പരാജയം നേടിയിട്ടുണ്ട്. അപ്പോൾ ജയപരാജയങ്ങളൊക്കെ സാധാരണയാണ്. അത് ചില സാഹചര്യങ്ങളിൽ കാറ്റ് മാറി വീശും. അതിലൊന്നും വലിയൊരു പുരികൊന്നുമില്ല. പക്ഷെ കോട്ടക്കൊത്തളങ്ങൾ ഇതുവരെ ഇളകാത്ത 40 കൊല്ലങ്ങളൊക്കെ ആയിട്ട് ഇളകാത്ത കോട്ടകളൊക്കെ തകർന്നെങ്കിൽ CPM പരിശോധിക്കണം എന്താണ് കാര്യം. ഇയാളൊരു പാവം മനുഷ്യനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണമൊക്കെ കണ്ട് വോട്ട് ചോദിച്ച് നടക്കണമൊക്കെ കണ്ടപ്പോഴേ മനസ്സിലൊരു വിങ്ങലായിരുന്നു. ഏതായാലും അയാളെ കൂടെ സഖാക്കളുണ്ട്. അതായത് CPM എന്ന പാർട്ടി ഇപ്പം അയാളപ്പാണ്, കുഞ്ഞികൃഷ്ണൻ്റെ അപ്പാണ്, TK ഗോവിന്ദൻ്റെ അപ്പാണ്, G സുധാകരൻ്റെ അപ്പാണ്. തിരിച്ചറിഞ്ഞോളി സഖാക്കളെ, മാണെങ്കിൽ തിരിച്ചറിഞ്ഞോളി. അതല്ല ഇനിയും ആ മാട്രേക്കിനെ തലയിൽ വെച്ച് നടക്കാനാണ് നിങ്ങളെ പരിപാടി വെച്ചെങ്കിൽ നിങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനം, നിങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഈ സംസ്ഥാനത്ത് ഇനി ഉണ്ടാവില്ല.